പണ്ടൊക്കെ നമ്മൾ കറണ്ട് പോയാലൊക്കെ കത്തിക്കുന്നൊരു ലാൻഡേൺ ഇല്ലേ, ഉള്ളിലൊരു തിരി ഉണ്ടാവും, പുറത്തൊരു ഗ്ലാസിൻ്റെ കൂടുണ്ടാവും. ഇതുപോലുള്ളൊരു ലാൻഡേൺ ആയിട്ട് നിങ്ങൾ കുട്ടിയെയും പിടിച്ച് ഒരു കാട്ടിലൂടെ നടക്കാമെന്ന് വിചാരിക്കാം. നിങ്ങൾ പോകുന്ന സമയത്ത് ഈ ഒരു ലാൻഡേണിൽ പുറത്ത് ഗ്ലാസ് ഉണ്ടാവും, ഉള്ളിൽ തീയും ഉണ്ടാവും അല്ലേ. ഈ ഒരു ഗ്ലാസ് ബ്രേക്ക് ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു എങ്കിൽ നിങ്ങൾ നടക്കുന്ന സമയത്ത് കാറ്റടിച്ചിട്ട് ഉള്ളിലെ തീ ജസ്റ്റ് ഇങ്ങനെ കെടാനാവുന്ന പോലെ ഇങ്ങനെ ആടി ആടി കളിക്കും. ഇങ്ങനെ ആവുന്ന സമയത്ത് കുട്ടിക്ക് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്ന ലൈറ്റ് ക്ലിയർ ആവില്ല, കുട്ടിക്ക് മുന്നോട്ടുള്ള വഴി കാണാനും സാധിക്കില്ല, കുട്ടി കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഇങ്ങനെ പോകുന്ന സമയത്ത് കുട്ടിക്ക് ഭയമോ ദേഷ്യമോ ഇമോഷണൽ ആവുകയൊക്കെ ചെയ്യുന്ന സമയത്തെ കുട്ടിയെ നമ്മൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ കാണിച്ചു കൊടുക്കുന്ന വെളിച്ചം കറക്റ്റ് അല്ല. വെളിച്ചം കറക്റ്റ് അല്ലാത്തത് വെളിച്ചത്തിൻ്റെ പ്രശ്നമല്ല, അതിനെ നമ്മൾ കവർ ചെയ്തിട്ടുള്ള ഗ്ലാസ്സിന് ചെറിയൊരു ക്രാക്ക് വന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ കുട്ടികളെ ഗൈഡ് ചെയ്യുന്ന സമയത്ത് അവരുടെ സ്വഭാവത്തിലേക്ക് മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെയോ ചെയ്യുന്ന സമയത്ത്, വെളിച്ചം കാണിച്ചു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ വെളിച്ചത്തിനെ പാകപ്പെടാത്ത രീതിയിൽ എന്തോ ഒരു ഷീൽഡ് ബ്രേക്കായി കിടക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മളുടെ ചെറുപ്പത്തിലുള്ള പ്രയാസങ്ങളാവാം, നമ്മളുടെ ഇമോഷണലുള്ള ബുദ്ധിമുട്ടുകളാവാം. കുട്ടികൾ ദേഷ്യപ്പെടുന്നു, അങ്ങനെ ആക്കുന്നു ഇങ്ങനെ ആക്കുന്നു എന്ന് പറയുന്ന സമയത്ത് നമ്മൾ എത്രത്തോളം ഹീൽഡ് ആണെന്ന് ചെക്ക് ചെയ്യുന്നത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കുട്ടികൾക്ക് പാരമ്പര്യമായിട്ട് പല കാര്യങ്ങളും കിട്ടുന്നുണ്ടെങ്കിലും നമ്മളുടെ ഇമോഷണൽ ട്രോമാസിലുള്ള പല കാര്യങ്ങളും, ഇമോഷണലുള്ള പാറ്റേൺസും എല്ലാം കുട്ടികളിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണും. എനർജി റിഫ്ലക്ഷൻസിനായിട്ട് നമ്മളുടെ എല്ലാ കാര്യങ്ങളും അവരിൽ റിഫ്ലക്റ്റ് ചെയ്ത് കാണാൻ സാധിക്കും. സോ കുട്ടികളെ നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നതിന് മുന്നേ ആയിട്ട്, എന്ന് കരുതി കുട്ടികളെ തിരുത്തണ്ട എന്നല്ല, മാറി നിൽക്കാനോ ഒളിച്ചോടാനോ അല്ല, നിങ്ങൾ അവരെ തിരുത്തുന്നതിൻ്റെ കൂടെയും നിങ്ങളിലുള്ള കാര്യങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ ഹീൽ ചെയ്തുകൊണ്ടിരിക്കാൻ എപ്പോഴും സ്റ്റെപ്പ് എടുക്കണം. നോ വൺ ഈസ് പെർഫെക്റ്റ്, എപ്പോഴും പെർഫെക്റ്റായ രീതിയിൽ എത്തിക്കൊള്ളണമെന്നില്ല, ബട്ട് സ്റ്റിൽ ഓൾവേസ് ഡു ദ ബെസ്റ്റ് ടു ഹീൽ യുവർ സെൽഫ്.